എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു പരിശോധനയ്ക്ക് പോകാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു മിസ്റ്റർ? അദ്ദേഹത്തിന്റെ സ്വാധീന ശക്തി നിങ്ങൾക്കറിയാം. ഇതൊന്നും ഞങ്ങളുടെ ഡ്യൂട്ടിയെ ബാധിക്കുന്ന കാര്യമല്ല. ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയണോ? എന്നിട്ടിപ്പോൾ ഡ്യൂട്ടി നിർവഹിക്കാൻ പോയിട്ട് എങ്ങനെ ഇരിക്കുന്നു? പരിശോധനയ്ക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളെ കൂടെ അറിയിച്ചിരുന്നെങ്കിൽ ഈ വക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമായിരുന്നോ? അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ പ്രാണൻ പണയം വെച്ച് വെളിയിൽ ചാടി പോന്നിരിക്കുകയാണ്. മറ്റുള്ളവരെ ഉടനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ കൊണ്ടുവരേണ്ടി വരുന്നത് അവരുടെ ശവശരീരമായിരിക്കും. അനാവശ്യം പറയരുത്. മഹാനായ ഒരു മനുഷ്യനെ കുറിച്ച് വേണ്ടാത്തതൊക്കെ പറയുന്നത് കേട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെ മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഈ രാത്രിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരം വെളുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ പോണം. ഓൾറൈറ്റ്. ഹലോ, DSP അല്ലേ? ഞാൻ മനോഹാരിത പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ജെയിംസ് മാത്യു. സെയിൽസ് ടാക്സിലെ ഉദ്യോഗസ്ഥന്മാർ മത്തായി മുതലായുടെ വീട് പരിശോധിക്കാൻ ചെന്നു. അവരെ ക്രൂരമായി മർദ്ദിച്ച് ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. വെള്ളം പോലും കൊടുത്തിട്ടില്ല. അവരെ അവിടെ നിന്ന് രക്ഷിച്ച് വെളിയിൽ കൊണ്ടുവരാൻ വേണ്ട ഉടനെ ചെയ്യണം. എന്തിനാ ഇപ്പൊ അവർ വിടുന്നത്? എന്താ കാര്യം? എന്താ അത് പറ. DYSP അദ്ദേഹം ഇപ്പൊ വിളിച്ചിരുന്നു. ഉണ്ടായതൊന്നും സാരമില്ല, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഇനി അവരവിടെ അടച്ചുപൂട്ടിയിടുന്നത് ശരിയല്ല. ഉടനെ തുറന്നു വിട്ടേക്ക്. അതൊന്നും സാരമില്ല, വയ്ക്കോട്ടെ, വിട്ടുകള. അറിയാതെ വന്ന് കയറിയതല്ലേ സാധുക്കൾ. മനോഹാരിത കൃത്യനിർവഹണത്തിന് 11 സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരെ പച്ചവെള്ളം പോലും കൊടുക്കാതെ 24 മണിക്കൂർ നേരം മുറിയിൽ പൂട്ടിയിട്ട് ചൂടുള്ള വാർത്തകൾ ചാറ്റി പത്രം വായിക്കണം. ചാറ്റി ചൂടുള്ള വാർത്തകൾ. കൃത്യനിർവഹണത്തിന് 11 സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരെ പച്ചവെള്ളം പോലും കൊടുക്കാതെ 24 മണിക്കൂർ നേരം മുറിയിൽ പൂട്ടിയിട്ട് ചൂടുള്ള വാർത്തകൾ. മനോഹാരിത. നിങ്ങൾ എന്തൊക്കെ മത്തായി കാണിച്ചു കൂട്ടിയത്? കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണ്ടേ? അതൊക്കെ ശരി. ഇപ്പൊ കാര്യമായി കുഴഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷവും പത്രക്കാരും ഒക്കെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ? പോരാത്തതിന് ഉദ്യോഗസ്ഥന്മാർ പണിമുടക്ക് നോട്ടീസ് തരാൻ പോണെന്ന് കേട്ടു. അതിനൊന്നും എനിക്കൊരു പേടിയുമില്ല. ഇതുപോലെ എത്ര പ്രാവശ്യം ഉരുണ്ടുകൂടിയതാ. എല്ലാം ഞാൻ പൊട്ടിച്ചെടുത്തില്ലേ. ഇതിന് ഞാൻ വഴി കണ്ടിട്ടുണ്ട്. അങ്ങനെ കൃത്യനിർവഹണത്തിന് വേണ്ടി ചെന്ന സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ആഹാരം പോലും കൊടുക്കാതെ തന്റെ ബംഗ്ലാവിലെ മുറിയിൽ അടച്ചിടുകയും ചെയ്ത കുറ്റത്തിന് കോടീശ്വരനും വ്യവസായ പ്രമുഖനുമായ മത്തായി മുതലാളിയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കുന്നതാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥന്മാരുടെ പ്രതിനിധികൾ ഉറപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ പണിമുടക്ക് പിൻവലിച്ചിരിക്കുന്നു. മജിസ്ട്രേറ്റിനെ നീ കണ്ടില്ലല്ലോ. അതാ മജിസ്ട്രേറ്റ് വരുന്നുണ്ട്. അങ്ങനെയിരിക്കും ആണുങ്ങളോട് കളിച്ചാൽ. മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ നേരിട്ട് ചെന്ന് ജാമ്യം കൊടുത്ത ചരിത്രമുണ്ടോ? ഇതുപോലൊരു ജനാധിപത്യം ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും ഉണ്ടോടാ പത്രോസേ? ജനാധിപത്യമല്ല പൗലോസ് ചേട്ടാ, ജനാധിപത്യ സോഷ്യലിസം. നമ്മൾ സോഷ്യലിസത്തിലേക്ക് ത്വരിതഗമനം ചെയ്തുകൊണ്ടിരിക്കുകയാവുന്നു. എന്നിട്ടും നമ്മുടെ മുക്കിനെ പറ്റി അപവാദം പറയുന്നവരെ തൊഴിക്കണം. ഉദ്യോഗസ്ഥന്മാർക്ക് പരിശോധിക്കാൻ സ്വാതന്ത്ര്യം, മത്തായി മുതലാളിക്ക് അവരെ തൊഴിക്കാൻ സ്വാതന്ത്ര്യം, ഇതെല്ലാം പൊട്ടിച്ചെടുക്കാൻ മുഖ്യമന്ത്രിക്ക് സ്വാതന്ത്ര്യം. ഇതല്ലേ യഥാർത്ഥ ജനാധിപത്യ സോഷ്യലിസം? ബസിന്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താലേ ശരിയാവില്ല. എന്തൊരു കഷ്ടപ്പാടാ നോക്കണേ. നാളെ ബസ് അവിടെ നിർത്തട്ടെ. വന്നാട്ടെ സാർ. വരണം സാർ. വന്നാട്ടെ. ഇരിക്കണം. ഇരിക്കണം സാർ. സാർ എപ്പോഴും പറയാറില്ലേ ഈ പണി നിർത്തണം, തെറ്റല്ലേ, ദോഷമല്ലേ എന്നൊക്കെ. സാറ് കണ്ടോ, എന്റെ അപ്പനാണ്.
7 വർഷമായി ഇതേ കിടപ്പിലാണ്. ജൈനമ്മേ, എന്റെ പെങ്ങളാ. വയസ്സ് 20ആയി. ഞങ്ങൾ 3 പേരുടെയും ചെലവ് നടക്കണം. അപ്പന് മരുന്നും കഷായമൊന്നും പറഞ്ഞ് ദിവസം 5-8 രൂപ വേണം. പലപ്പോഴും തോന്നിയതാ ഇവർക്ക് വിഷം കൊടുത്തിട്ട് ഞാനും അങ്ങ് കഴിച്ചാലോ എന്ന്. പക്ഷെ അതൊരു പരിഹാരമാവില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യണം സാർ? കൈ നീട്ടി തെണ്ടുന്നതിന് പകരം പാട്ട് നീട്ടി കാണിക്കുന്നു എന്ന് മാത്രം. ഞാനിത് നിർത്തണോ സാർ? നിങ്ങളെന്താ ഇരിക്കുന്നത്? ഇറങ്ങാൻ വണ്ടി തിരിച്ചിട്ടെ. വണ്ടി തിരിക്കാൻ പറ്റില്ല. അതെന്താ തിരിച്ചാ? ഞങ്ങള് കിളിവാടി വരെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് തിരിച്ചാ മതി. വണ്ടി കിളിവാടി വരെ പോകത്തില്ലെന്ന് അറിയില്ലേ? എങ്കിൽ പിന്നെ അവിടം വരെയുള്ള ചാർജ് മേടിച്ചെന്തിനാ? ഇതെന്താ പുതിയ ഏർപ്പാടാണോ? അങ്ങനല്ലായിരുന്നു പതിവ്. എന്തായാലും ഇന്ന് മുതൽ ഏർപ്പാട് വേണ്ട. കിളിവാടിയിൽ ചെന്ന് ഞങ്ങൾ ഇറങ്ങുന്നുള്ളൂ. എടാ കുഞ്ഞുനെ, ചവിട്ടി ഇറങ്ങാനല്ലേ? അവര് നിങ്ങളെ തല്ലുമോ മക്കൾ? അവര് ഞങ്ങൾ ചവിട്ടിയെ പുറത്താക്കിയത്. ബസ്സിന്റെ കിടപ്പുണ്ടോ? അവർ ഓടിച്ചോണ്ട് പോയി. എന്ത് രക്കമായി കാണിച്ചിരിക്കുന്നത്? ഇതങ്ങനെ വിട്ടുകൂടാ എന്ന് വെച്ചാൽ അവർ വണ്ടി വിട്ടു പോയില്ലേ? പക്ഷേ വണ്ടിയുടെ ഉടമസ്ഥനുണ്ടല്ലോ, മത്തായി മുതലാളി. അയാൾ ആദ്യം കാണാം, എന്നിട്ട് ബാക്കി കാര്യം. വരൂ. എന്താ? ചിറ്റപ്പനെ കുട്ടികളെ കണ്ടോ? ഗേറ്റിന് വെളിയിൽ നിൽക്കുന്നവരെയും കണ്ടു. ചിറ്റപ്പന്റെ ജോലിക്കാർ ഇവരെ ഭയങ്കരമായി ഉപദ്രവിച്ചു. അതിനിപ്പോ എന്ത് വേണം? ഇതിന് സമാധാനം ഉണ്ടാക്കണം. തെമ്മാടി, നീ എന്നെ കൊണ്ട് സമാധാനം പറയിക്കാൻ വന്നിരിക്കുന്നോടാ? എടാ, രൂപ മുടക്കി ബസ് വാങ്ങിച്ചിട്ടിരിക്കുന്നത് ഞാനാ. എന്റെ ബസ്സേ കയറി ധിക്കാരം കാണിച്ചാൽ അടിച്ച് അസ്ഥി ഓടിച്ചു കളയും. ഇനി പഠിക്കും. ഇനിയത്തെ കാര്യം അന്നേരം പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോഴത്തെ കാര്യം പറയും. ഇവരെന്ത് ധിക്കാരം കാണിച്ചതാ നിങ്ങൾ പറയുന്നത്? എടാ, എന്റെ ബസ് എങ്ങനെ ഓടണമെന്നും എവിടെ വരെ ഓടണമെന്നും തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ നിൽക്കുന്ന ചെറ്റകളല്ല. കിളിപാടിയിലേക്കുള്ള ബോർഡ് വെച്ചിരുന്നത് കൊണ്ടല്ലേ ഇവരാ ബസ്സിൽ കയറിയത്. അവിടെ വരെയുള്ള ചാർജ് ഇവരോട് വാങ്ങിച്ചില്ലേ? എന്റെ ബസ്സേ കയറണമെന്ന് പറഞ്ഞ് ഞാൻ ആരെങ്കിലും ക്ഷണിച്ചോടാ? കിളിപാടിയിലേക്ക് ബസ് വിടാനേ എനിക്ക് മനസ്സല്ല. എടാ, ഞാൻ ഈ ബസ് സർവീസ് നടത്തിയില്ലായിരുന്നെങ്കിൽ ഇവനൊക്കെ ഈ കാട്ടിൽ തന്നെ കിടക്കണ്ടേ? പുറത്തു പോയി പഠിക്കാൻ പറ്റുമായിരുന്നോ? അതിനൊക്കെ നന്ദി പറയട്ടെ. ചുരുക്കി പറഞ്ഞാൽ ചുരുക്കി തന്നെ പറയാം, ബസ്സിൽ കയറി മര്യാദയ്ക്ക് യാത്ര ചെയ്തില്ലെങ്കിൽ ഇനിയും അടിക്കും. അപ്പോ അതാണ് നിങ്ങളുടെ തീരുമാനം? ഞാനൊന്ന് ചോദിക്കട്ടെ സണ്ണിച്ചായ, ഈ ലോ ക്ലാസിന്റെ ഒക്കെ കൂട്ടത്തിൽ നടക്കാനും ഇവർക്ക് വേണ്ടി വാദിക്കാനും സണ്ണിച്ചാന് നാണമില്ലേ? കണ്ടോടാ, ഒരു പെണ്ണായി ഇവളോട് പഠിക്കടാ. ഇവള് പെണ്ണോ? അടികൊണ്ട് അവശരായി വന്നിരിക്കുന്ന ഈ കുട്ടിയോട് സഹതപിക്കാൻ പോലും കഴിയാത്ത ഇവളാണോ പെണ്ണ്? ഇവറ്റകളോടൊക്കെ സഹതപിക്കാനോ? എന്റെ പ്രസ്റ്റീജ് നോക്കേണ്ടത് എന്റെ കടമയാണ്. പ്രസ്റ്റേജ് എന്ന് പറഞ്ഞാൽ വിവരദോഷം എന്നല്ല പെണ്ണെ അർത്ഥം. മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ അത് തിരിച്ച് ഇങ്ങോട്ടും കിട്ടും. അതാണ് ഏറ്റവും വലിയ പ്രസ്റ്റേജ്. നീ ഏതോ പട്ടണത്തിൽ പോയി എന്തൊക്കെയോ കാർത്തരങ്ങളും പഠിച്ചിട്ട് വന്നിരിക്കുന്നു. എന്നിട്ട് പ്രസ്റ്റേജ് പോലും പ്രസ്റ്റേജ്. ഇറങ്ങിപ്പോടാ. ഞാൻ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിയവനാണ്. ഈ ഒരു കാര്യമല്ലായിരുന്നെങ്കിൽ വീണ്ടും വരില്ലായിരുന്നു. ഇതിന് സമാധാനം ഉണ്ടാക്കാമെന്ന് ഞാൻ നോക്കട്ടെ. വരും. എന്ത് അക്രമം കാണിച്ചാലും പണം സമ്പാദിച്ചു കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. അവരെ പറഞ്ഞു തിരുത്താൻ ബുദ്ധിമുട്ടാണ്. മത്തായി ആണെങ്കിൽ ഒരു പ്രത്യേക തരക്കാരനാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോ പോയത്. എന്ത് കാര്യത്തിനായാലും ഈ പ്രായത്തിലുള്ള കുട്ടികളോട് ഇങ്ങനെ ചെയ്യാവോ? അതിന് മാപ്പ് വരണമെന്നൊന്നും പറഞ്ഞില്ല. ഒന്ന് സഹതപിക്കെങ്കിലും ചെയ്തുകൂടെ ആ മനുഷ്യന്? ശരി, ഏതായാലും ഞാൻ മത്തായിയോടും സംസാരിച്ചു നോക്കട്ടെ. അതുവരെ നിങ്ങൾ സമാധാനമായിട്ടിരിക്കണം. ഇവിടെ ഇപ്പൊ എന്തുണ്ടായെന്ന് അച്ഛൻ പറയണേ?
വണ്ടിയെ കയറിയും ധിക്കാരം കാണിച്ചു, അടി കൊടുത്ത് ഇറക്കി വിട്ടു, കൊണ്ടോണ്ട് വീട്ടിൽ പോണം. അല്ലാതെ ഈ പരാതി പറയാനും സമാധാനം ഉണ്ടാക്കാനും മാത്രമുള്ള കാര്യം എന്താ? അങ്ങനെ പറയരുത് മത്തായിക്കുട്ടി. ഒരു സഹാനുഭൂതിയോടുകൂടി മത്തായിക്കുട്ടി ഈ പ്രശ്നത്തെ സമീപിക്കണം. അതാ എനിക്ക് പറയാനുള്ളത്. അച്ചോ, കൊടും കാടായിരുന്നു ഇവിടെ. ഇവിടെ ആദ്യമായിട്ട് വന്നവൻ ഞാനാ. ഇവനൊക്കെ ഇങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുത്തത് ഞാനാ. എന്നെ സ്തുതിക്കണ്ടേ ഇവനൊക്കെ? അതിനു പകരം കാട്ടുമത്തായി എന്നുള്ള പേര് വിട്ടു പോരെ. ഞാൻ ഈ കാട്ടി വന്നത് കഞ്ചാവ് കൃഷി ചെയ്യാനാണത്രേ. എനിക്കിവിടെ കഞ്ചാവ് കൃഷി ഉണ്ട് പോലും. ഉണ്ട്, കഞ്ചാവ് കൃഷി ഉണ്ട്. ഇവനെ കൊണ്ടൊക്കെ എന്നെ എന്ത് ചെയ്യാൻ പറ്റും? മത്തായിക്കുട്ടി പ്രശ്നത്തിൽ നിന്ന് തെറ്റുന്നു. എനിക്ക് ഇടപെടാൻ കൊള്ളാവുന്ന പ്രശ്നമല്ലിത്. എങ്കിൽ അച്ഛൻ അച്ഛന്റെ പ്രശ്നത്തിലേക്ക് വരൂ. കഴിഞ്ഞതെല്ലാം പൊയ്ക്കോട്ടെ, അത് മറക്കുക. ഒന്നുകിൽ ബസ് കിളിവാടി വരെ ഓടിക്കുക, അല്ലെങ്കിൽ ഓടുന്ന സ്ഥലം വരെയുള്ള ചാർജ് വാങ്ങുക. അച്ചോ, കുർബാന ചൊല്ലുന്നത് പോലെയല്ല പണം ഉണ്ടാക്കുന്നത്. പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യാം. അതിൽ ശരിയും തെറ്റും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പണം സമ്പാദിക്കുന്നത് തെറ്റാണ് മത്തായിക്കുട്ടി. അരുതാത്തൊന്നും ചെയ്തുകൂടാ. ഇപ്പോ ഈ പ്രശ്നം തന്നെ ഒന്ന് എടുത്തു നോക്കൂ. കിളിവാടിയിലേക്കുള്ള ചാർജ് വാങ്ങിയിട്ട് യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിടുക, അത് ശരിയാണോ? അച്ചോ, അച്ഛൻ സ്വർഗത്തിലേക്കുള്ള വഴിയുടെ കാര്യം നോക്കിയാൽ മതി. കിളിവാടിയിലേക്കുള്ള വഴിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അച്ഛന് വേറെ വല്ലതും പറയാനുണ്ടോ? ഇത് പറയാനാണ് ഞാൻ വന്നത്. എങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി അച്ഛന് വേണമെങ്കിൽ പോവാം. അപ്പോ അച്ചോ, അച്ഛന് പണി നോക്ക്. ആ കിളിവാടിയിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളവരെല്ലാം ബസ്സിൽ തന്നെ ഇരുന്നാ മതി. ഈ ബസ് കിളിവാടിയിലേക്ക് പോകുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു? ആ, നിങ്ങളകത്ത് പോയിരിക്കണം. ബസ് കിളിവാടിയിൽ ചെന്ന് നിൽക്കും. എങ്കിൽ അത് തന്നെ ഒന്ന് കാണണമല്ലോ. കാണാനൊന്നുമില്ല, ബസ് ഞങ്ങൾ കൊണ്ടുപോകും. മര്യാദയ്ക്ക് മാറി നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ കൊണ്ടുപോകും. ഞങ്ങൾ കയ്യും കെട്ടി നിന്ന് തരാം. നിങ്ങൾ ഇനി എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും ബലം പ്രയോഗിച്ച് ബസ് കൊണ്ടുപോകുന്നത് തെറ്റ് തന്നെയാണ്. ബലം പ്രയോഗിച്ചില്ലെങ്കിൽ ബസ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു ചോ. അത് മറ്റൊരു കാര്യം. അന്യന്റെ സ്വത്ത് ബലം പ്രയോഗിച്ച് കൈയടക്കി കൂടാ, അത് തെറ്റ് തന്നെയാണ്. ഇങ്ങോട്ട് ബലം പ്രയോഗിക്കുമ്പോ കുറച്ച് ബലം അങ്ങോട്ടും പ്രയോഗിക്കാൻ വെച്ചോ, അതിന് വലിയ തെറ്റൊന്നുമില്ല. അത് കർത്താവ് പറഞ്ഞിട്ടില്ല. ഒരു കരണത്തടിച്ചാൽ മറു കരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുരിശയെ തൂങ്ങേണ്ടി വന്നത്. ആദ്യം അടിച്ചപ്പോ തന്നെ ആ കൈ പിടിച്ച് കുത്തി ഒടിച്ചിരുന്നെങ്കിൽ പിന്നെ കുരിശി നോക്കണോ, തൂങ്ങണോ? ആഹാ, ശരിയായിപ്പോയി. പൗലോസ് ഇവരെക്കാളും വിഷമക്കാരനാണല്ലോ. കർത്താവ് പറഞ്ഞത് കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണച്ചോ. കാട്ടുമത്തായിമാർക്കൊക്കെ കർത്താവുണ്ടോ, കുരിശുണ്ടോ, പള്ളിയുണ്ടോ, പട്ടക്കാരുണ്ടോ? അവർക്ക് എല്ലാറ്റിലും വലുത് കാട്ടുതടി വെട്ടലും കഞ്ചാവ് കൃഷിയുമാണച്ചോ. അച്ഛൻ പൊറുക്കണം. പൗലോസ് മനസ്സിലാക്കി വെച്ചത് പൗലോസ് പറഞ്ഞതേ ഉള്ളൂ. മതി മതി, ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് പൗലോസ് ആണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? കണ്ടോ, ഉടനെ കുരിശെടുത്ത് പൗലോസിന്റെ തോളിൽ വെച്ച് തന്നു. എന്താ, എന്തു പറ്റി? ഇവര് സർക്കിൾ അദ്ദേഹം പ്രത്യേകം പറഞ്ഞയച്ചിട്ട് വന്നവരാ. ഇങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാൻ ഞാൻ കൂടെ വന്നതേ ഉള്ളൂ. മത്തായി മുതലാളിയുടെ ബസ് ഇവിടെ തടഞ്ഞിട്ടിരിക്കുന്നതായി ഞങ്ങൾ അറിഞ്ഞു. അത് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. കൊണ്ടുപോയിക്കോളൂ, ഇവിടെ ആരും തടഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ കൊടുത്തുവിടാൻ പറ്റില്ല ചോ. ഞങ്ങളുടെ കുട്ടികളെ തല്ലിയതിന് സമാധാനം ഉണ്ടാക്കിയിട്ട് ബസ് ഇവിടുന്ന് കൊണ്ടുപോയാൽ മതി. എന്ത് സമാധാനം ഉണ്ടാക്കണം? തല്ലിയതിന് പകരം തല്ലണോ? എന്ന് പറഞ്ഞില്ല, തല്ലിയതിന് മാപ്പ് പറയെങ്കിലും വേണം. ബസ്സിലെ ജോലിക്കാരല്ലേ തല്ലിയത്? അവരെയൊക്കെ മുതലാളി പിരിച്ചുവിട്ടു. പിന്നെ ആര് വന്ന് മാപ്പ് പറയണമെന്നാ പറയുന്നത്? ജോലിക്കാരെ മാത്രമല്ലേ പിരിച്ചുവിട്ടുള്ളൂ, മുതലാളിയില്ലേ? മുതലാളി വന്ന് മാപ്പ് പറഞ്ഞാൽ മതി. അത് മാത്രം പോരാ, ഇനി മുതൽ ബസ് കിളിവാടി വരെ ഓടിക്കാമെന്ന് ഉറപ്പും തരണം. ഈ രണ്ട് ആവശ്യങ്ങളും വെറും ന്യായം മാത്രമാണെന്നാ എന്റെ അഭിപ്രായം. പക്ഷെ അത് നടക്കുന്ന കാര്യമാണോ പരമാനന്ദം പിള്ള ചേട്ടാ? അത് നടന്നില്ലെങ്കിൽ ബസ് കൊണ്ടുപോകുന്ന കാര്യം നടക്കില്ല. ഈ കാര്യത്തിൽ അത്ര വലിയ വാശിയൊന്നും കാണിക്കേണ്ട സണ്ണി. അവര് ബസ് കൊണ്ടുപോയിക്കോട്ടെ. അച്ഛൻ ഇങ്ങനെ പറയുന്നതിൽ സങ്കടമുണ്ടച്ചോ. കിളിപാടി വരെയുള്ള ചാർജ് വാങ്ങിയിട്ട് യാത്രക്കാരെ ഇടയ്ക്കിറക്കി വിടുന്നതും പോരാ, നമ്മുടെ കുട്ടികളെ തല്ലി കേടുവരുത്തുകയും ചെയ്തു. അതിനൊന്നും ഒന്ന് മാപ്പ് പറയാൻ പോലും തയ്യാറാകാത്ത ഒരാളുടെ മുൻപിൽ ഞങ്ങളൊക്കെ തോറ്റു കൊടുക്കണമെന്ന് അച്ഛനെ പോലെ ഒരാൾ പറയരുത്. എല്ലാറ്റിനും ഒരു ന്യായമില്ലച്ചോ. അച്ഛൻ എന്ത് പറയുന്നു? ഇവര് പറയുന്നതിൽ അന്യായമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ പിന്നെ നിർബന്ധിച്ച് ഇവരെ അനുസരിപ്പിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ചുരുക്കി പറഞ്ഞാൽ മത്തായി മുതലാളി ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞ് ഉറപ്പ് തന്നാലേ ബസ് വിട്ടു തരൂ, അല്ലേ? അതെ, അല്ലാതെ ഞങ്ങൾ ബസ് വിട്ട് തരില്ല. ശരി, ഞങ്ങൾ അവിടെ ചെന്ന് പറയാം.
വളരെ ചെറിയ കാര്യമാണ്. മത്തായി ഒന്ന് ഇവിടം വരെ വന്നു പോയാൽ കാര്യം തീർന്നു. ഇവിടെ പറഞ്ഞത് ഞങ്ങൾ അവിടെ ചെന്ന് പറയാച്ചോ. വരട്ടെ.